വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായ പ്രതിഷേധം ABVP ശക്തമാക്കുകയാണ്. കൊച്ചിയിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. വിവരങ്ങൾ എറണാകുളം ജില്ലയുടെ നേതൃത്വത്തിലാണ് ABVPയുടെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ കോലവുമായിട്ട് പ്രകടനം നടത്തുന്നത്. നിലവിൽ കോലം കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ്. ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം മഹാരാജാസിന് മുന്നിൽ എത്തിയപ്പോഴാണ് മഹാരാജാസിലെ SFI കാർ അവിടെ തടിച്ചുകൂടുകയും RSSനെതിരെയും ABVPക്കെതിരെയും കൊലവിളി മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും ചെയ്തത്. അതേസമയത്ത് തന്നെ ഈ ഒരു സംഘർഷാവസ്ഥ അവിടെ നിലനിന്നിരുന്നു. പക്ഷേ പോലീസ് ഇടപെട്ട് ആ സംഘർഷാവസ്ഥ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ നിരവധി പോലീസ് സന്നാഹത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കൂടി സംരക്ഷണയിലാണ് ഈ പ്രകടനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോ കോളേജിന്റെ ഭാഗത്ത് വെച്ചായിരിക്കും ഈ പ്രതിഷേധ പ്രകടനം അവിടെ അവസാനിക്കുക. എന്തായാലും മഹാരാജാസിന് മുന്നിൽ നേരത്തെ തന്നെ SFI പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു. അവർ ഈ ഒരു പ്രതിഷേധ പ്രകടനത്തെ അതിന് തടസ്സം നിൽക്കുക അല്ലെങ്കിൽ തടയുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. എന്നാലും നിലവിൽ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നെങ്കിലും അത് സമാധാനത്തിലേക്ക് അല്ലെങ്കിൽ ഇവരെ മാറ്റുവാനായിട്ട് പോലീസിന് സാധിച്ചു. എന്തായാലും നിലവിൽ ഈ പ്രതിഷേധ പ്രകടനം പോകുന്നത് ലോ കോളേജിന്റെ ആ ജംഗ്ഷൻ ഭാഗത്തേക്കാണ്. അവിടെയാണ് കോലം കത്തിക്കൽ അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകുക. പ്രധാനമായിട്ടും മന്ത്രി V ശിവൻകുട്ടിക്കെതിരായിട്ടുള്ള പ്രതിഷേധം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ABVP എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രകടനവും അതോടൊപ്പം തന്നെ കോലം കത്തിക്കലും നിലവിൽ നടക്കുന്നത്. നിരവധി വിദ്യാർത്ഥിനികൾ ഈ പ്രകടനത്തിൽ പങ്കുകൊള്ളുന്നുണ്ട്. നേരത്തെ അതായത് കഴിഞ്ഞ ദിവസമാണ് ABVPയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള EU ഈശ്വരപ്രസാദിന് നേരെ SFIയുടെ DYSPയുടെ CPMന്റെ ഗുണ്ടകൾ കടന്നാക്രമിക്കുകയും വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്തത്. അതിന്റെ പ്രതിഷേധ സൂചകമായിട്ട് വിദ്യാഭ്യാസ ബന്ദ് ഇന്നുണ്ടായിരുന്നു. ഈ എറണാകുളം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദ് പൂർണ്ണമാണ്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ പ്രതിഷേധ പ്രകടനവുമായിട്ട് ABVP നഗരത്തിലിറങ്ങിയത്. എന്തായാലും ലോ കോളേജിന്റെ ഭാഗം അവിടെയാണ് നിലവിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുന്നത്. നേരത്തെ നമുക്കറിയാം കൃഷ്ണരാജ്, ഈ മഹാരാഷ്ട്രത്തിന്റെ മുന്നിലൂടെ ഏതെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രതിഷേധ സംഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു കൊലവിളി മുദ്രാവാക്യം ഈ പറയുന്ന മഹാരാജാസിൽ നിന്നും SFIക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അത് തന്നെയാണ് ഇവിടെ ABVPക്കാർക്ക് നേരെയും അവർ നടത്തിയിരിക്കുന്നത്. എന്നാലും പോലീസിന്റെ സമുചിതമായിട്ടുള്ള ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സംഘർഷാവസ്ഥ ഒന്നഴിഞ്ഞത്. ABVPയുടെ പ്രതിഷേധം കൊച്ചിയിൽ മഹാരാജാസ് കോളേജിന് മുന്നിലൂടെ നടക്കുന്നു. ഒരുപക്ഷെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്കെതിരായ പ്രതിഷേധം എന്നതിനപ്പുറത്ത് പ്രതിഷേധങ്ങൾ നടത്തുമ്പോൾ ആക്രമിക്കുന്ന CPM, DYFI, SFI ഗുണ്ടകൾക്കെതിരായ പ്രതിഷേധം കൂടിയായി ഇത് മാറുന്നു. തത്സമയം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ സമരം ചെയ്യും വിദ്യാർത്ഥികളെ അടിച്ചമർത്താൻ കൊട്ടേഷൻ ശിവൻകുട്ടിയുടെ കൊട്ടേഷൻ ഇല്ല നടക്കില്ല നിയമം ഇവിടെ നടക്കില്ല. പ്രതിഷേധം എന്തായിരുന്നു ABVP ആഹ്വാനം ചെയ്തത്? അതിനൊടുവിൽ വൈകുന്നേരം ഒരു പ്രതിഷേധ പ്രകടനം കോഴിക്കോട് കോഴിക്കോട് പ്രതിഷേധം നമ്മൾ നേരത്തെ കണ്ടു. അവിടെ റോഡ് ഉപരോധിക്കാനിരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇപ്പോൾ കൊച്ചിയിൽ മഹാരാജാസ് കോളേജിന് മുന്നിൽ നിന്നാണ് ഈ പ്രതിഷേധ പ്രകടനം തുടങ്ങിയത്. അവിടെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്കെതിരായ പ്രതിഷേധമാണ്.
മറുവശത്ത് ഇത്തരം പ്രതിഷേധങ്ങൾ നടത്തുമ്പോൾ ക്രൂരമായി ആക്രമിക്കാൻ പാഞ്ഞെടുക്കുന്ന SFI ഗുണ്ടകൾക്കെതിരെയും ഈ പ്രതിഷേധം അവർ ആവർത്തിക്കുകയാണ്. ABVPയുടെ പ്രതിഷേധം സംസ്ഥാനമാകെ ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ, കോഴിക്കോട് ഒക്കെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. കോഴിക്കോട് റോഡ് ഉപരോധിക്കാനിരുന്ന പ്രവർത്തകരെ അവിടെ സംഘർഷാവസ്ഥയാണോ? രേഷ്മ, അവിടെ സംഘർഷാവസ്ഥയാണോ? SFIക്കാരായിട്ടുള്ളവർ തടിച്ചുകൂട്ടിയിരുമ്പോൾ ABVPയുടെ പ്രതിഷേധ പ്രകടനവുമായിട്ട് വന്ന സമയത്താണ് SFIക്കാരായിട്ടുള്ള ഗുണ്ടകൾ ഇവിടെ തടിച്ചുകൂട്ടിക്കൊണ്ട് RSSനെതിരായിട്ടും ABVPക്കെതിരായിട്ടും കൊലവിളി മുദ്രാവാക്യം ഉയർത്തിയിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ പോലീസ് കാര്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ കോലം കത്തിച്ചു കഴിഞ്ഞാൽ തങ്ങൾ അടിക്കും എന്നുള്ള ഒരു ഭീഷണി സ്വരം SFIക്കാരുടെ ഭാഗത്തുനിന്നുകൂടെ സംഘർഷ സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ഗവൺമെന്റ് ലോ കോളേജിന്റെ ഈ ഒരു മുന്നിൽ നടക്കുന്നത്. SFIക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇവിടെ അല്ലെങ്കിൽ SFIക്കാരായിട്ടുള്ള പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. പ്രതിഷേധ പ്രകടനവുമായിട്ട് വന്ന ABVPക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ ഭീഷണി, അതോടൊപ്പം തന്നെ കയ്യൂക്കം കാട്ടുന്ന ഒരു സാഹചര്യം. എന്തായാലും ഈ ഒരു പ്രതിഷേധത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് നിലവിൽ ABVPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പോലീസ് SFIക്കാരായിട്ടുള്ള പ്രവർത്തകരെ പിടിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം. ABVPക്കാർക്ക് നേരെ കൊലവിളി മാത്രമല്ല കയ്യൂക്കവും കാട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പോലീസ് SFIക്കാരായിട്ടുള്ള ആളുകളെ ക്യാമ്പസിനുള്ളിലേക്ക് മാറ്റുന്നുണ്ട്. നിരവധി ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. SFIക്കാരായിട്ടുള്ള കൂടുതൽ പ്രവർത്തകർ ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ABVP പ്രതിഷേധ പ്രകടനത്തിന് നേരെ ആ പ്രവർത്തകർക്ക് നേരെ ഭീഷണി ഉയർത്തുന്നുണ്ട്. ABVPയുടെ പ്രകടനം സമാധാനപരമായിട്ട് മുന്നോട്ട് വന്ന അതേ സമയത്ത് തന്നെയാണ് SFIക്കാരായിട്ടുള്ളവർ അവർക്ക് നേരെ കൊലവിളി മുദ്രാവാക്യം ഉയർത്തുകയും അതോടൊപ്പം തന്നെ അവരെ അടിക്കും, ഇടിക്കും, കൊല്ലുമെന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തത്. B7കുട്ടിക്കെതിരായിട്ടുള്ള ജനകീയമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അത് മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെയാണ് ആ പ്രതിഷേധം നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു സമീപനം SFIക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സംഘർഷ സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് നിലവിൽ എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിന്റെ അതോടൊപ്പം തന്നെ മഹാരാജാസ് കോളേജിന്റെ ജംഗ്ഷന്റെ ഭാഗത്ത് നിലവിൽ ഉള്ളത്. ABVPക്കാരായിട്ടുള്ള പ്രവർത്തകർക്ക് നേരെ പ്രകടനവുമായിട്ട് വന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ള പ്രവർത്തകർക്ക് നേരെ കയ്യൂക്ക് കാട്ടുന്ന ഒരു സാഹചര്യം. അവരെ ആക്രമിക്കാനായിട്ട് SFIക്കാരായിട്ടുള്ള മഹാരാജാസ് കോളേജിലെ അതോടൊപ്പം തന്നെ ലോ കോളേജിലെ പ്രവർത്തകർ മുന്നോട്ടിറങ്ങുന്ന റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സമരം ചെയ്യും വിദ്യാർത്ഥികളെ ഗുണ്ടാമന്ത്രി ശിവൻകുട്ടി നാണമില്ലേ നിങ്ങൾക്ക് ആളിക്കത്തും പ്രതിഷേധം PM ശ്രീയൽ പദ്ധതിയിൽ ഒപ്പിടാത്തൊരു സർക്കാര് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ
നമുക്കറിയാം ABVP 3-4 ദിവസങ്ങളായി സംസ്ഥാന വ്യാപകമായിട്ടുള്ള സമരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ കൊച്ചിയുടെ തെരുവോരത്ത്, ഈ കൊച്ചിയുടെ തുറമുഖത്ത് ABVP വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ കായികപരമായി നേരിടുന്ന നാണംകെട്ട SFIയോട് ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയെ അങ്ങാടിച്ച് ഹോസ്പിറ്റലിലാക്കിയപ്പോൾ ഞങ്ങളങ്ങ് ഇല്ലാണ്ടായി പോയി എന്ന് ആരും കരുതണ്ട. 10 മടങ്ങ് ശക്തിയോടെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകർ തടിച്ചുകൂടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് SFIയുടെ മുമ്പിൽ ABVP നയിക്കും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഇല്ലാതാക്കാമെന്ന് ഒരാളും വിചാരിക്കേണ്ട. അതിനെ CITയുടെ ഗുണ്ടകളും വിചാരിക്കേണ്ട, AITCയുടെ ഗുണ്ടകളും വിചാരിക്കേണ്ട. ഞങ്ങൾ അങ്ങനെ ഒടിച്ചോടുന്ന സംഘടനയുമല്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. അതുപോലെ തന്നെ ഈ വിഷയവുമായിട്ട് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ആ അറ്റം വരെ കേരളത്തിന്റെ വിദ്യാർത്ഥി പരിഷത്തിന്റെ നേതൃത്വം പോവുക തന്നെ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഹൃദയാഭിവാദ്യങ്ങൾ ചേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. जय 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 ABVP जय 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 ABVP जय 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 भारत माता जय 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 भारत माता जय 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 ABVP जय 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 ABVP जय 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 भारत माता जय 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 भारत माता जय बोलो जय बोलो जय बोलो जय बोलो जय बोलो जय भारत माता जय बोलो जय भारत माता जय 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 ABVP. പ്രതിഷേധം വലിയ പ്രതിഷേധം തന്നെയാണ് അലയടിക്കുന്നത്. രേഷ്മയിലേക്ക് പോകുന്നു. രേഷ്മ, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ നടന്നിരിക്കുന്നത് എറണാകുളം മഹാരാജാസ് കോളേജിന് മുൻപിൽ. അതിനിടെ നമ്മൾ കണ്ടതാണ് ചെറിയ രീതിയിലുള്ളൊരു സംഘർഷ സാധ്യതയും ഉടലെടുത്തത്. SFI പ്രവർത്തകർ ABVP സമരത്തിനിടയിലേക്ക് അല്ലെങ്കിൽ മഹാരാജാസ് കോളേജിന് മുന്നിലേക്ക് തമ്പടിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് നമുക്കത് വ്യക്തമായതാണ്. SFI DYFI ഗുണ്ടകൾ ഏത് രീതിയിലാണ് അഴിഞ്ഞാടിയത് പോലീസ് ഒത്താശയോടെ എന്ന്. എന്തായാലും ഇവിടെയും സമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കുക തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. അതേ രോഹിണി, അതായത് സമാധാനപരമായിട്ട് വരുന്ന പ്രതിഷേധ പ്രകടനങ്ങളെ, സമരങ്ങളെ ഒക്കെ തന്നെ SFIക്കാരെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഗവൺമെന്റ് ലോ കോളേജിന്റെ മുന്നിലും എറണാകുളം മഹാരാജാസ് കോളേജിന്റെ മുന്നിലും SFIക്കാർ തടിച്ചുകൂടുകയും ABVPയുടെ പ്രതിഷേധ പ്രകടനത്തിന് നേരെ ആ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ എത്തിച്ചേർന്നത്. നിലവിൽ ഈ പ്രതിഷേധ പ്രകടനമുള്ളത് ഹാൻഡെക് ബിൽഡിങ്ങിനോട് ചേർന്നുള്ള റോഡിൽ ഈ പ്രവർത്തകർ ABVPക്കാരായിട്ടുള്ള പ്രവർത്തകർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തേക്കുള്ള ഒരു വശത്തു നിന്നുള്ള ഗതാഗതം പൂർണ്ണമായിട്ട് സ്തംഭിച്ചിട്ടുണ്ട്. മറ്റു വശത്തൂടെ മാത്രമാണ് ഗതാഗതം നടത്തുന്നത്. എന്തായാലും ഈ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തും ഉള്ളത് ഗവൺമെന്റ് ലോ കോളേജും മഹാരാജാസ് കോളേജുമാണ്. നേരത്തെ രോഹിണി പറഞ്ഞതുപോലെ തന്നെ ആ മഹാരാജാസിന്റെയും ലോ കോളേജിന്റെയും മുന്നിലൂടെ ഈ പ്രതിഷേധ പ്രകടനം കടന്നുപോയ സമയത്ത് ഇരുഭാഗത്തും ഒരു സംഘർഷ സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. കല്ലേറുകളൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ പോലീസിന്റെ സംയമനത്തോടുകൂടിയുള്ള ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് അത് പരിഹരിക്കാനായിട്ട് സാധിച്ചത്. പക്ഷേ SFIക്കാരായിട്ടുള്ള പ്രവർത്തകർ മുന്നോട്ടിറങ്ങി, ക്യാമ്പസിൽ നിന്ന് കൂടുതൽ പ്രവർത്തകർ പുറത്തേക്കിറങ്ങി ABVPക്കാരായിട്ടുള്ള പ്രതിഷേധ പ്രകടനവുമായിട്ട് എത്തിയ വിദ്യാർത്ഥികളോട് കൊലവിളി മുദ്രാവാക്യം ഉയർത്തുകയും ഈ ഭാഗത്ത് കോലം കത്തിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പ്രതിഷേധ പ്രകടനം നടത്തി കഴിഞ്ഞാൽ തങ്ങൾ കയ്യേറ്റം ചെയ്യും, ആക്രമിക്കും എന്നുള്ള ഒരു ഭീഷണി ഉയർത്തുകയും ചെയ്തു. പലരും ഈ വിദ്യാർത്ഥികളെ വളഞ്ഞിട്ട് ആക്രമിക്കാനായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് പോലീസിന്റെ ഒരു ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ്. അതൊക്കെ തന്നെ ഒഴിവായത്. എന്തായാലും പോലീസ് ഇവിടെ തമ്പടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തകർ, ABVPക്കാരായിട്ടുള്ള പ്രവർത്തകർ ഈ ഹാൻഡെക്സ് ബിൽഡിങ്ങിനോട് ചേർന്നുള്ള റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് അവിടെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വി ശിവൻകുട്ടിക്കെതിരായിട്ടുള്ള പ്രതിഷേധം കടുപ്പിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസ്ഥാനമെമ്പാടും ABVPയുടെ പ്രതിഷേധ പ്രകടനങ്ങളും സമരങ്ങളും മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിനെ അടിച്ചമർത്താനായിട്ട് SFIക്കാരായിട്ടുള്ള ആളുകളും DYFIക്കാരായിട്ടുള്ള ആളുകളും CPMന്റെ പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാർ മുന്നോട്ടിറങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ലോ കോളേജിന് മുന്നിലും അതോടൊപ്പം തന്നെ മഹാരാജാസ് കോളേജിന്റെ മുന്നിലും അവർ കൂട്ടം ചേർന്നുകൊണ്ട് ആക്രമിക്കാനായിട്ടുണ്ടായ ഒരു സാഹചര്യം. എന്തായാലും എന്ത് ആക്രമണം ഉണ്ടായാലും, എന്ത് പ്രതിരോധം ഉണ്ടായാലും അതിനെതിരായിട്ടുള്ള എല്ലാ നടപടികളും അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും എന്നുള്ള ഒരു നിലപാടിൽ അടിയുറച്ചു നിൽക്കുകയാണ് വിദ്യാർത്ഥി പക്ഷത്തിന്റെ പ്രവർത്തകർ. എന്തായാലും കോലം കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. PM3 പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പിടാത്തത് അത് അനീതിയാണ്, വിദ്യാർത്ഥികളോടുള്ള അനീതിയാണ് എന്നുള്ള ഒരു നിലപാടിന്
റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നേരത്തെ 1 മാസം മുൻപ് ABVPയുടെ സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് ഉൾപ്പെടെയുള്ളവർ നിവേദനം നൽകിക്കൊണ്ടുള്ള നടപടിയിലേക്ക് കടന്നു. പക്ഷെ അതിൽ കാര്യമായിട്ടുള്ള നടപടികളൊന്നും തന്നെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. തുടർന്ന് കഴിഞ്ഞ ദിവസം V ശിവൻകുട്ടിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം അടക്കം ഉണ്ടാകുകയും അതിനെ പ്രതിരോധിച്ചത് SFIയുടെ DYFIയുടെ ഗുണ്ടകൾ വളഞ്ഞിട്ട് EU ഈശ്വരപ്രസാദിനെ ആക്രമിച്ചുകൊണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ ജില്ലകളിലെ അതാതിടങ്ങളിൽ പ്രാദേശിക തലത്തിലാണെങ്കിലും വിദ്യാർത്ഥി പക്ഷത്തിന്റെ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്ന സമയത്ത് SFIക്കാരായിട്ടുള്ള പ്രവർത്തകർ ചെയ്യുന്നത്. അവർ കൂട്ടം കൂടി ആക്രമിക്കുന്ന ഒരു സാഹചര്യം. നിലവിൽ ഈ ABVPയുടെ പ്രതിഷേധക്കാരെ പോലീസ് കൊണ്ടുപോകുന്ന അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ റോഡ് ഉപരോധിച്ചിരുന്ന ABVPയുടെ ജില്ലാതല നേതാക്കളെയും സംസ്ഥാന പ്രവർത്തക സമിതി ഉൾപ്പെടെയുള്ള KM വിഷ്ണു ഉൾപ്പെടെയുള്ള പ്രവർത്തകരെയുമാണ് പോലീസ് ഇവിടെ നിന്ന് നീക്കുന്നത്. എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സംഘർഷ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഒഴിവാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രവർത്തകരെ എല്ലാം ഈ റോഡിൽ നിന്ന് മാറ്റി പ്രതിഷേധക്കാരെ പോലീസിന്റെ വാനിലേക്ക് കയറ്റുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പോലീസിന്റെ ഈ ഒരു നീക്കത്തെ ചെറുക്കുന്നുണ്ട് ABVPക്കാരായിട്ടുള്ള പ്രവർത്തകർ. എന്തായാലും ABVPയുടെ വിദ്യാഭ്യാസ ബന്ദിനോടനുബന്ധിച്ച് തന്നെയാണ് ഈ ഒരു പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ആസൂത്രണം ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ ഗാന്ധി സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തെ SFIക്കാരായിട്ടുള്ള ആളുകൾ 2 ക്യാമ്പസിലെ ലോ കോളേജിന്റെയും മഹാരാജാസ് കോളേജിന്റെയും ഇടങ്ങളിൽ മുന്നിലെ റോഡിൽ തടിച്ചുകൂടിക്കൊണ്ട് ഈ പ്രതിഷേധ പ്രകടനത്തെ അടിച്ചമർത്താനായിട്ടുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അവരെ ABVPക്കാരായിട്ടുള്ള പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം, അതൊരു സംഘർഷ സമാനമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കും പോയിരുന്നു. പക്ഷെ പോലീസ് കാര്യമായിട്ട് ഇടപെടുകയും ചെയ്തു. പക്ഷേ ഇതിൽ നിന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സ്വാഭാവികമായിട്ടും അതാത് വിദ്യാഭ്യാസ വകുപ്പ് ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടത്തും. പക്ഷേ ആ പ്രതിഷേധങ്ങളെയൊക്കെ തന്നെ തങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള SFIയെ കൊണ്ട് അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനമായിട്ടുള്ള DYFI കൊണ്ട് പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ള ഒരു രീതിയല്ല. അത് ഈ സമൂഹത്തിന് ചേർന്നതല്ല. വിദ്യാഭ്യാസ സമൂഹത്തിന് ഒന്നാകെ മാനക്കേടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും V ശിവൻകുട്ടിക്കെതിരായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ, ന്യായമായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ SFI ഉപയോഗിച്ച് പ്രതിരോധിക്കാനായിട്ടാണ് CPMന്റെയും ഒപ്പം തന്നെ സർക്കാരിന്റെയും ഒക്കെ നീക്കം. പക്ഷെ അതിനെതിരായിട്ട് തങ്ങൾ മുന്നോട്ട് തന്നെ പോകുമെന്നുള്ള ഒരു നിലപാട് അതിശക്തമായിട്ട് വ്യക്തമാക്കുകയാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകർ. നിലവിൽ പ്രതിഷേധം നടത്തിയ ആളുകളെ, ഉപരോധിച്ച ആളുകളെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. രോഹിണി. ശരി രേഷ്മ, നിലവിൽ ഇപ്പോൾ ABVP പ്രവർത്തകരെ എല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ABVPയുടെ പ്രതിഷേധം വന്നപ്പോൾ തന്നെ സംഘടിതമായ SFIക്കാർ അവിടെ എത്തിയത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക, മനഃപൂർവ്വമായി ABVP പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുക, ഇതുതന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. നമ്മൾ ഒരിക്കൽ കണ്ടതാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം എന്നൊക്കെ വിശേഷിപ്പിച്ച DYFIക്കാരുടെ പ്രകടനം. അതുതന്നെയാണ് SFIയുടെയും DYFIയുടെയും ഗുണ്ടകൾ ഇപ്പോൾ ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകളുടെ സമരത്തിനോടും കാണിക്കുന്നത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പ്രകടനങ്ങളെ, സമരങ്ങളെ എങ്ങനെയാണ് ഒരു രക്ഷാപ്രവർത്തനം എന്നുള്ള രീതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്? അത് തന്നെയാണ് V ശിവൻകുട്ടിക്കെതിരായിട്ടുള്ള വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നത് SFI ഉപയോഗിച്ച് കണ്ടു തന്നെയാണ്. അത് തന്നെയാണ് ഈ എറണാകുളം മഹാരാജാസ് കോളേജിന്റെ മുന്നിൽ, അതോടൊപ്പം തന്നെ ലോ കോളേജിന്റെ മുന്നിലും ഭാഗമായിട്ട് നടന്നത്. എന്തായാലും നിലവിൽ ഈ ഹാൻഡക്സ് റോഡ് ആ ഭാഗമാണ് ഉപരോധിച്ചത്. അവിടെ നിന്നും പ്രവർത്തകരെ ഒക്കെ തന്നെ നീക്കിയിട്ടുണ്ട്. അവരെ നേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഒരു സംഘർഷ സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നുകൊണ്ട് തന്നെ പോലീസ് മുഴുവനായിട്ട് ഇവിടെ നിന്നും നീങ്ങിയിട്ടില്ല. എന്തായാലും SFIക്കാർ നടത്തുന്ന DYFIക്കാർ നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളൊന്നും തന്നെ തങ്ങളെ ബാധിക്കില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി കാട്ടുന്ന അനീതികൾക്കെതിരെ അതിശക്തമായിട്ട് ശബ്ദമുയർത്തുമെന്നും തന്നെയാണ് വിദ്യാർത്ഥി പരിഷത്തിന്റെ വക്താക്കൾ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.